നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പരമേശ്വരൻ എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം ഇനി കണിമംഗലത്ത് പിറക്കാൻ പോകുന്ന കുഞ്ഞാണ് കണിമംഗലത്തിന്റെ രാജകുമാരൻ. കണിമംഗലത്തിന്റെ എല്ലാ സ്വത്തും കൈകാര്യം ചെയ്യുന്ന ആള്. സൂര്യയ്ക്കും കൽപ്പനയ്ക്കും ഒരു കുട്ടി പിറന്നിരുന്നെങ്കിൽ ആ കുഞ്ഞായിരുന്നേനെ കണിമംഗലത്തിന്റെ വരുംകാല അവകാശി. പക്ഷേ അതിന് ഭാഗ്യമില്ലല്ലോ. അങ്ങനെ വന്നാല് വരുണിന് പിറക്കുന്ന കുഞ്ഞ് അടുത്ത അവകാശിയാവും. സൂര്യയുടെ കുഞ്ഞായാലും വരുണിന്റെ കുഞ്ഞായാലും എല്ലാം ഒരുപോലെയല്ലേ? പക്ഷേ രാജയോഗം എന്ന് പറഞ്ഞതുണ്ടല്ലോ, അതാർക്കാ വിധിച്ചിരിക്കുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. ഞാൻ ആ കുഞ്ഞിനെ കാത്തിരിക്കുക മോളെ, കണിമംഗലത്തിന്റെ അവകാശിയായ ആ കുഞ്ഞിനെ. മോളെ, നിന്റെ ബുദ്ധി ഏറ്റവുന്നാ തോന്നുന്നേ. കൽപ്പന പോയ പോക്ക് കണ്ടില്ലേ? നമ്മളെ പ്രതീക്ഷ നടക്കും മുത്തശ്ശി. പ്രതീക്ഷിക്കാത്ത ചിലത് നടക്കും. മുത്തശ്ശി നോക്കിക്കോ. കൽപ്പനേച്ചിയും ഏട്ടനും ഒരുമിക്കാൻ വേണ്ടി മാത്രല്ല, പ്രിയങ്കയും വരണം ഒരുമിക്കാൻ ഇത് കാരണമാവും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഹലോ മുത്തശ്ശി, പ്രിയങ്ക. എന്താ മോളെ, അവളെ കൊണ്ട് അവിടെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അതൊന്നുമില്ല, വേറൊരു കാര്യമുണ്ട്. എന്താ മോളെ? കണിമംഗലത്തിന്റെ സ്വത്തിനെ കുറിച്ച് ഞാൻ ഇന്നൊരു കാര്യം അറിഞ്ഞു. മുത്തശ്ശിയുടെ നാവിൽ നിന്ന് നേരിട്ട് കേട്ടതാ. എന്താ? ഏട്ടത്തിക്ക് ഒരിക്കലും പ്രസവിക്കാൻ പറ്റില്ല. എനിക്കൊരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞല്ലേ കണിമംഗലത്തിന്റെ അവകാശിയാവുക. അതെ. എന്താ നിന്റെ ഉദ്ദേശം? അങ്ങനെയൊക്കെ കേട്ടപ്പോ എന്തോ ഒരു ഇടി പൊട്ടി. ഇതിനേക്കാൾ വലിയൊരു അവസരം ഒരാളുടെ മുന്നിൽ ഉണ്ടാവോ? കണിമംഗലത്തിന്റെ സമ്പത്ത് മുഴുവൻ നിന്റെ കുഞ്ഞിന്റെ പേരിലാണ് വരുന്നതെങ്കിൽ, അയ്യോ, നീ പിന്നെ ആരാ? മഹാറാണിയാ, മഹാറാണി. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, വരുണിനെ നന്നായിട്ട് സ്നേഹിക്കാൻ നോക്ക്. അവന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ നോക്ക്. പക്ഷേ മുത്തശ്ശി, എന്റെ ലക്ഷ്യം അതൊന്നും അല്ലല്ലോ. നിന്റെ ലക്ഷ്യം സിനിമയല്ലേ? സിനിമയില് കാശുണ്ടെങ്കിൽ എന്താ നടക്കാത്തത്? കണിമംഗലത്തിന്റെ കോടാനുകോടി വരുന്ന സമ്പത്ത് നിന്റെ കുഞ്ഞിന്റെ പേരിലായാലോ? അല്ല, അത് ചെലവഴിക്കാനുള്ള അവകാശം നിനക്കല്ലേ? പിന്നെ സിനിമയിൽ അഭിനയിക്കോ, സിനിമ പിടിക്കോ, എന്തു വേണമെങ്കിലും ആവാലോ. പക്ഷെ ഒരു പ്രസവം കഴിഞ്ഞ ശേഷം സിനിമയിലേക്ക് ചെന്നാൽ അവര് എന്താ കുഴപ്പം? നീ പണം ഇറക്കി നീ പിടിക്കുന്ന പടത്തില് നിനക്ക് ഇഷ്ടമുള്ള വേഷം അഭിനയിക്കാമല്ലോ. അടി, അതാരാ ചോദ്യം ചെയ്യാൻ? ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, തൽക്കാലം നിന്റെ സിനിമയെന്നുള്ള ആഗ്രഹമൊക്കെ മാറ്റിവെക്കുക.
എടി ആദ്യം പണം കയ്യിൽ വരട്ടെ, പിന്നെ നീ പറയുന്ന വഴിക്ക് ബാക്കി എല്ലാവരെയും കൊണ്ടുവരാലോ. എടി മോളെ, നീ ഭരിക്കുന്ന കണിമംഗലത്തേക്ക് മുത്തശ്ശിക്കൊരു വരവ് വരണം. എന്നിട്ട് നിന്നെ അനുസരിച്ച് ഓച്ചാനിച്ച് കണിമംഗലത്തെ ആൾക്കാർ നിൽക്കുന്നത് ഈ മുത്തശ്ശിക്ക് കാണണം. അതിനൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് മുത്തശ്ശി. ഇനി എന്നാ വേറൊന്നും ആലോചിക്കണ്ട. ഇന്നു മുതൽ വരുണിന്റെ പിന്നാലെ കൂടിക്കൂ. അത് തന്നെയാ മാർഗം. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് പരമേശ്വരന്റെയും പത്മിനിയുടെയും കയ്യിൽ വെച്ചു കൊടുത്താൽ എടി ആ നിമിഷം നിന്റെ ജാതകം മാറും. ഞാൻ ഏറ്റു മുത്തശ്ശി, ഞാൻ വിളിച്ചോളാം. ഭഗവാനേ, പ്രസന്റേഷൻ അവിടെ നിന്ന് കൊടുത്തയച്ചാൽ മതി. ഞാനേ പിന്നെ വിളിക്കാം. ശരി. ഇതെന്താ പരിപാടി? ഇതെന്താ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നൊക്കെ? വരുൺ എന്നോട് ദേഷ്യം തോന്നരുത്. ഇന്നു മുതൽ വരുണിന്റെ ആഗ്രഹങ്ങൾക്കും ചിട്ടയ്ക്കും അനുസരിച്ച് ജീവിക്കാനാ എന്റെ തീരുമാനം. വരുണിന്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട്. പ്രിയപ്പെട്ട ഭാര്യയോ? കണക്കെടുത്തി കൃത്യമായിട്ട് ശമ്പളം തന്ന ഒരാളെ എങ്ങനെയാ ഭാര്യയാവുന്നത്? കൃത്യമായ എഗ്രിമെന്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ആവുന്നത്? വരുൺ പ്ലീസ്, പരസ്പരം മത്സരിച്ച് നമ്മൾ എന്തിനാ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത്? നമുക്ക് ഒന്നിക്കാം. ഇതുവരെ ഞാൻ വരുണിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിന്റെ മെടുക്കലൊന്നും എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ആ മെടുക്ക് എന്റെ അടുത്ത് കാണിക്കുന്നതിൽ എനിക്ക് അല്പം വിരോധമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.